ഈ മേഖലയിൽ ഈ സ്ഥലത്തുള്ള കൗൺസിൽ അല്ലെങ്കിൽ പോലും ക്ഷേത്ര ട്രസ്റ്റിന് എന്ത് ആവശ്യമുണ്ടായിരുന്നു? മൈക്ക് സെറ്റ് വയ്ക്കുന്നതിൻ്റെയൊക്കെ പരിമിതി ഉണ്ടായ ഒരു കാലഘട്ടം അത് ഞാൻ ഇന്ന് ഓർക്കുക. കാരണം കൗൺസിലർ ശ്രീ ജോൺസൺ ജോസഫ്, ശ്രീമതി ഗായത്രി ദേവി, നമ്മുടെ ആദര സമർപ്പണം 10ാമത് പുരസ്കാര സമർപ്പണം നടത്തുന്നത് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടർ അവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന മഹാഗണപതി ഹോമത്തോടുകൂടി ഡോക്ടർ പള്ളിക്കൽ സുനിൽ, കൈതപ്പുറം തിരുമേനി, പത്മശ്രീ യേശുദാസ്, കഴിഞ്ഞ വർഷം നമ്മുടെ ജഗതി ശ്രീകുമാർ തുടങ്ങിയ ഭാരതത്തിൽ അറിയപ്പെടുന്ന മാന്യ വ്യക്തികളാണ് ഈ കരിമോട്ടമ്മയുടെ പുണ്യഭൂമിയിലേക്ക് ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഈ വർഷത്തെ പുരസ്കാരം ശ്രീ ഗോകുലം ഗോപാലൻ സാറിന് കൊടുക്കണമെന്ന് കമ്മിറ്റി തീരുമാനിക്കാൻ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. കാരണം നമ്മുടെ ഈ നിൽക്കുന്ന പുണ്യഭൂമി നമ്മൾ 6 സെന്റിൽ തുടങ്ങി ഇന്ന് 1 ഏക്കർ സ്ഥലം എത്തുന്നതിന് ഗോകുലം ഗ്രൂപ്പിന്റെ വലിയൊരു സഹായം ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടർ സമർപ്പിക്കട്ടെ എന്ന് ആശംസിക്കുകയും സ്വീകരിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ശ്രീ ഗോകുലം ഗോപാലൻ പ്രസംഗങ്ങൾ ക്ഷേത്ര ഭാരവാഹികൾ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ ബിജു പി കരിയം അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവരുടെ ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് ശ്രീമതി ഗായത്രി ദേവി, ചെല്ലമംഗലം വാർഡ് കൗൺസിലറാണ്. ശ്രീമതി ഗായത്രി ദേവിയെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്ഷേത്രത്തിൻ്റെ ഉപകാരങ്ങളും ഏറ്റുവാങ്ങാൻ വന്ന നമ്മുടെ പ്രമുഖ വ്യക്തികളെ ആദരിച്ചുകൊണ്ട് അവർക്ക് പുരസ്കാരവും നൽകി. അതിനുശേഷം വ്യവസായ രംഗത്തുള്ള ക്ഷേത്ര ട്രസ്റ്റ് പുരസ്കാരം നൽകി ആദരിച്ചു. സെക്രട്ടറി പറഞ്ഞതുപോലെ നടത്തി എല്ലാ തീരുമാനം എടുത്തതിന് ശേഷമാണ് അദ്ദേഹം പാർട്ടിയുടെ ഒരു കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മധുരയിലേക്ക് പോയിട്ടുള്ളത്. അതിൻ്റെ ആശംസകളെല്ലാം അവിടെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു 6-7 ഉത്സവത്തിൻ്റെ ദിവസങ്ങളിലൂടെ വരികയും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവിടെ നിന്ന് ഉത്സവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് നമുക്ക് പറയുകയും ചെയ്തു. അപ്പം MLA കൂടെ ഇടപെട്ടാണ് നമുക്ക് മിനിസ്റ്ററുടെ പറ്റി ഞങ്ങൾ കാണാൻ പോയിരുന്നു. വളരെ സൗമ്യനായ ഒരു വ്യക്തിത്വം. അന്ന് തന്നെ പറഞ്ഞപ്പോഴേ വരാം എന്ന് ഏൽക്കുകയും ചെയ്തു. പിന്നെ ബാക്കിയുള്ള ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട ഒരാൾ ഒരു BS പത്മകുമാർ, നമുക്ക് മറക്കാൻ കഴിയാത്തൊരു ഉള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ കാലം മുതൽ നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അകമഴിഞ്ഞ് ഈ ക്ഷേത്രത്തിന്റെ ഇത് ശക്തമായി ഇടപെട്ടെങ്കിലും മുൻശക്തി ഈ ഗോകുലം ചേട്ടൻ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ പുള്ളിക്കൊരു പുരസ്കാരം നമ്മൾ കൊടുക്കുമ്പോൾ
ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആൻഡ് മെഡിക്കൽ കോളേജിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ശ്രീ ഗോകുലം ഗോപാലൻ, ഏറ്റവും പ്രിയപ്പെട്ട സാംസ്കാരിക നായകനും CBM അവരും, വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ നമുക്ക് സുപരിചിതനായിട്ടുള്ള ശ്രീ ക്രിസ് വേണുഗോപാൽ, ട്രസ്റ്റിൻ്റെ ചെയർമാൻ അഡ്വക്കേറ്റ് ഉദയൻ നായർ, വേദിയിലുള്ള പ്രിയപ്പെട്ട VS ഹനുമാൻ, ശ്രീ LS രാജു, ശ്രീ ജോൺസൺ ജോസഫ്, പ്രിയപ്പെട്ട V നായർ, പ്രിയപ്പെട്ട ചന്ദ്രക മധു, ചേച്ചി, SK കുമാർ, ശ്രീ നായർ, വേദിയിൽ സദസ്സമുള്ള ഏറ്റവും ബഹുമാന്യരായ ഇന്നത്തെ പുരസ്കാര ജേതാക്കൾ ശ്രീലങ്ക കരിയം സോമശേഖരൻ നായർ, ഡോക്ടർ കണ്ണൂരിയമ്മ,